ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. യൂട്യൂബായിട്ട് കുറേ കാലമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കല്ല, എന്നെപ്പോലെയുള്ള ബിഗിനേഴ്സ്, ഒന്നും അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊട്ടിയൂരിന് പോയിട്ട് അതുവഴി ഊട്ടിക്ക് പോകുന്ന ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യം ഇട്ടത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഈ ഷോർട്ട് വീഡിയോ ആദ്യം തന്നെ ഇട്ട് രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോഴത്തേക്കിനും നന്നായിട്ട് റീച്ച് കുറയും, എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ഡ്രസ്സ്, സെയിം മ്യൂസിക്, അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബ് അത് തീരെ പുഷ് ചെയ്യില്ല. കാരണം അത് സെയിം വീഡിയോസ് ആണെന്ന് വിചാരിച്ചിട്ടോ എന്തോന്നറിയില്ല. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ കൊട്ടിയൂർ പോകുന്നതിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കൊട്ടിയൂർ പോയിട്ട് അവിടുന്ന് നമ്മുടെ ചുരം കയറുന്ന വരെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഞാൻ ഇതിലിടുന്നത്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണേ. പാൽച്ചുരം അങ്ങനെ എത്തിയപ്പോഴാണ് ഞങ്ങൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ചത്. പിന്നെ ഇങ്ങോട്ടേക്ക് ബാത്റൂം സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂം പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, സ്ഥലത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, അവിടെയുള്ള ഒരു വീട്ടിൽ കയറി. നല്ല അടിപൊളി ഒരു കുഞ്ഞു വീടും അടിപൊളി പരിസരവും. പോരാത്തതിന് ആ ചേച്ചി സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ചേച്ചി, നമ്മൾ പുറത്തുനിന്നുള്ള ആളാന്നുള്ളതൊന്നും അങ്ങനത്തെ ഒരു രീതിയിലുള്ള പെരുമാറ്റമൊന്നും അല്ലായിരുന്നു. നല്ല സ്നേഹമുള്ള ചേച്ചി കേട്ടോ. ആ ചേച്ചീൻ്റെ വാവയാണ് ഇത്. പാട്ട് കേൾക്കുന്ന ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കൺമണി വണ്ടി കയറിയത് മുതൽ ഫുൾ ഓണായിരുന്നു കേട്ടോ. അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അവൾ മാത്രമല്ല, ബാക്കിയുള്ള ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയൊക്കെ പോയിട്ട് അവസാനം ടൗണിലെത്തി. അവിടെ തന്നെയുള്ളൊരു ഹോട്ടലിലേക്ക് കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വ്യൂവും ഫോട്ടോ സ്പോട്ടും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി അവിടെ ഇരുന്ന് കാഴ്ച കാണുന്നതായിരുന്നു സൂപ്പർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടും ദേവന് മെനു കാർഡൊക്കെ എടുത്തിട്ട് അവന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മക്കൾക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന ചെയറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. ഫുഡ് വരുന്നതിൻ്റെ ആണോ എന്നറിയില്ല, കൺമണിയും ദേവനും നല്ല ആവേശത്തിലാണ്. എല്ലാവർക്കും ഒരുപോലെ വിശക്കുന്നതുകൊണ്ട് ഫുഡ് കിട്ടിയ പാടെ പിന്നെ അങ്ങോട്ട് അറ്റാക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ വ്യൂ ഒക്കെ കുറച്ച് നേരം നോക്കി നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. റോഡ് സൈഡിലൊക്കെ തേയില പറിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ ഓരോ വലിയ ചാക്കേട്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. ചായപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന കെട്ടുകളാണ് കേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ ഇവർ നിരത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ എത്തിയത് ഈ യൂക്കാലിപ്സ് ഫോറസ്റ്റ് ഏരിയയിലേക്ക്. ഗൂഡല്ലൂർ കഴിഞ്ഞ് നാടുകാണി ചുരം കയറുമ്പോൾ രണ്ട് സൈഡിലും ഇതാണ് കേട്ടോ. ഇതെന്തിനാ ഇത്രയധികം നട്ടുവെച്ചതെന്നറിയോ? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർക്ക് ഈ പേപ്പർ, പ്ലൈവുഡ്, തൈലം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ച് പിടിപ്പിച്ചതാണ്. കാരണം ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യും, അത്ര അധികം വെള്ളവും ആവശ്യമില്ല. പക്ഷെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണിലുള്ള ജലാംശം മൊത്തം വലിച്ചെടുക്കുന്നതാണ്. ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളിതേ മേട്ടുപ്പാളയം റോഡ്, നടുവട്ടം എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ എത്തിയിട്ടു. ഇവിടെ ചിലയിടങ്ങളിലൊക്കെ തേയിലത്തോട്ടം ഉണ്ടെങ്കിലും അധികവും ക്യാരറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ കൃഷിയായിട്ട് കാണുന്നത്. ക്യാരറ്റും വേറെ എന്താണെന്നറിയില്ല, എന്തായാലും തേയിലയല്ല, മറ്റെന്തൊക്കെയോ കൃഷികളാണ് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് രാത്രിയാകുമ്പോഴത്തേക്ക് ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ നിൽക്കുന്ന റൂമിലേക്ക് പോയതാണ്. അവിടെ എത്തുമ്പോഴേക്കാണെങ്കിൽ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ കുട്ടികൾക്കെല്ലാം കരുതി വെച്ചിരുന്ന സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനും കൺമണിയും ഒരു സ്വെറ്ററൊക്കെ ഇട്ട് ഞങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ മുൻവശം. താഴെ 3 റൂമും ഒരു കിച്ചണുമാണ്, മേലെയാണ് ബാക്കി റൂമുള്ളത്. അപ്പം ഞങ്ങൾ കിച്ചണിലുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആര്യേച്ചിയും വിജയിച്ചിയും കൂടെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് മേലെയുള്ള ബാൽക്കണി പോയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ അത്രയ്ക്കൊന്നും വെട്ടമൊന്നും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വൈബ് അതൊന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവരവരുടെ റൂമിൽ കയറി കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.